സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ഇന്ന് സുവിശേഷം വായിച്ചപ്പോൾ എനിക്ക് ഒരു ഭയങ്കര സന്തോഷം തോന്നി. നമ്മൾ പരസ്പരം പ്രോത്സാഹിപ്പിക്കണം, പരസ്പരം ശ്രേഷ്ഠരായി കാണണം എന്നൊക്കെ പറയുന്നതിന്റെ കാര്യം എന്താണെന്ന് കർത്താവ് എനിക്ക് വെളിപ്പെടുത്തി തന്നു. നിനക്ക് എപ്പോഴും താഴ്മയോടെ നിൽക്കാൻ പറ്റുന്ന എപ്പോഴാണെന്നറിയാമോ? മറ്റുള്ളവനിൽ ഞാൻ വസിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയുമ്പോഴാണ്. അതുകൊണ്ടാണ് നിങ്ങൾ പരസ്പരം സഹോദരൻ ആകണം. നീ ഒരു ശ്രേഷ്ഠനായിട്ട് മാറി നിൽക്കേണ്ട കാര്യമില്ല. കാരണം എന്താണ്? ഞാനാണ് അവനിൽ വസിക്കുന്നത്. നീ എന്നെ കാണുന്നുണ്ടോ ഇല്ലയോ? സ്നേഹമുള്ള സഹോദരങ്ങളെ, ഒരുവനിൽ നീ യേശുവിനെ കാണാൻ തുടങ്ങിയാൽ, യേശു അവനിൽ വസിക്കുന്നുണ്ടെന്ന് തിരിച്ചറിഞ്ഞാൽ, നിനക്ക് അവളെ ശ്രേഷ്ഠയായി കാണാൻ പറ്റും. നിനക്ക് അവൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് ഓർക്കാം, നമ്മിൽ വസിക്കുന്ന യേശു തന്നെ അവനിലും അവളിലും വസിക്കുന്നു. അതുകൊണ്ട് നമുക്ക് പരസ്പരം പ്രോത്സാഹിപ്പിക്കാം, പരസ്പരം നമ്മളെക്കാളും മുകളിലേക്ക് ചേർത്ത് നിർക്കാം. ഞാൻ പറയാറുണ്ട്, ഫിരാമു, മറ്റുള്ളവരെ ശ്രേഷ്ഠനായി കാണുക. ഫിലിപ്പിയർ ലേഖനം 2-ാം അധ്യായം 3-ാം വചനം ഞാൻ പലരോടും പറയാറുണ്ട്. അതേ സഹോദരങ്ങളെ, നമുക്ക് മറ്റുള്ളവരെ ശ്രേഷ്ഠരായി കണ്ടുകൊണ്ട് അവനിലും അവളിലും യേശു വസിക്കുന്നുണ്ടെന്നുള്ളൊരു തിരിച്ചറിവിൽ ജീവിക്കുവാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നമുക്ക് അവരെ സഹായിക്കാൻ എളുപ്പമാകും. അങ്ങനെയുള്ളൊരു കൃപാവരം ലഭിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയെ സഹായിക്കണേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു.